ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇവിടെ ഇരുന്ന് നമ്മുടെ ഡിവൈഡർ വെച്ചിരുന്നത് ക്ലോസ് ചെയ്ത റോഡ്. അപ്പോൾ സർവീസ് റോഡിന് വാഹനങ്ങൾ കടന്നു പോയിരുന്നത്. ഇപ്പോൾ ടൂ വീലർ മാർക്ക് ഉണ്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ പൊട്ടിച്ച് പലയിടത്തും വെച്ചതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് ഇവിടുത്തെ ഒരു അവസ്ഥ ഇതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതല്ല, സർവീസ് റോഡിനുള്ള അമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ അമ്പ് ചാടി വരുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ആ ഏരിയയിലേക്ക് പോകാം. ഇത് നമ്മുടെ മെയിൻ റോഡ് കണ്ടില്ല. ഇനിയിപ്പോൾ ഈ ക്യാമറ ഉണ്ടല്ലോ, ഇതിന് താഴെ പോസ്റ്റിൻ്റെ ആ സോളാറിൻ്റെ ബോക്സൊക്കെ വെച്ച് ആ ഭാഗത്ത് ചെറിയൊരു ക്യാപ്പ് കൂടി ഉള്ളൂ. ബാക്കിയൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ആ രണ്ട് ക്യാപ്പ് ആളുകൾക്കൊക്കെ നടന്നു പോകുന്ന മാത്രമുള്ള ഒരു ആളുകൾക്ക് ഇപ്പോൾ അതുവഴി നടന്നു പോകാൻ മാത്രം പറ്റുന്നുള്ളൂ. ഇനി അതും അടക്കും. അപ്പോൾ ആ ഒരു അടക്കൽ മാത്രമേ ബാക്കി ഇവിടെ നിന്ന് കോയിച്ചന വരെയുള്ള ഭാഗങ്ങളിലൊക്കെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ഭാഗങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ക്യാപ്പുകളൊക്കെ, അതായത് വിടവുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഉള്ളത് പറഞ്ഞതുപോലെ ഈ ഒരു സോളാർ ക്യാമറൻ്റെ CCTV ക്യാമറ ഈ ഭാഗത്ത് മാത്രമുള്ളത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓവർപാസിൻ്റെ ആ ഭാഗം കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഡിവൈഡറൊക്കെ മാറ്റിയതോടെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി നല്ല ഉഷാറായിട്ട് കടന്നു പോവുകയാണ്. കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡിൽ കുളപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാഹന ഗതാഗതം വളരെ ഇപ്പോൾ ഉഷാറായിട്ടാണ്. സർവീസ് റോഡിലൊക്കെ വളരെ സുഖകരമായ കക്കാട് ചെമ്മാട് ഭാഗത്തേക്ക് കക്കാട് ബ്ലോക്കൊക്കെ ഇതിന് മുമ്പ് ഒരു മാസത്തോളം നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് വാഹനങ്ങൾ വളരെ സുഖകരമായിട്ട് അങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് അമ്പിട്ട ഏരിയ ഒന്ന് കാണിച്ചു തരാം. ജാസിനാണ് ഈ 50 ചാണ്ട്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ ഈ സൈഡിൽ എത്തിട്ടോ. അപ്പോൾ നമുക്ക് സർവീസ് റോഡ് കണ്ടില്ല, സർവീസ് റോഡിന് വേണം. ഇപ്പോൾ ഇവിടെ ഒരു അമ്പ് കണ്ടില്ല. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതുപോലുള്ള അമ്പ് ഇപ്പോൾ റോഡിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിൽ, ഇപ്പോൾ ലാസ്റ്റ് മിനുക്ക് പണിയുടെ ഭാഗമായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഇതുപോലെ അമ്പിട്ട് വരുന്നത്. അണ്ടർപാസിൻ്റെ ഭാഗത്ത് പലയിടത്തെടുത്ത് കഴിഞ്ഞു. ഇനി വരുന്നത് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഏരിയകളിലൊക്കെ ഇതുപോലെയുള്ള അമ്പിട്ട് വരുന്നുണ്ട്. ആ വാഹനങ്ങൾക്കിപ്പോൾ ആദ്യമൊക്കെ സർവീസ് റോഡിന് ഇതുപോലുള്ള അമ്പില്ലാത്തതുകൊണ്ട് വളരെ വേഗതയിൽ വരും കേട്ടോ. അപ്പോൾ തട്ടിത്തെറിക്കണ സാഹചര്യം തന്നെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഏരിയ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ സൂക്ഷിക്കുക, വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക. ഇതുപോലെ അമ്പ് അറിയാതെ പെട്ടെന്ന് സർവീസ് റോഡ് മെയിൻ റോഡിൽ കയറുമ്പോൾ തട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പലയിടത്തും അണ്ടർപാസ്, അതുപോലെ അണ്ടർപാസിൻ്റെ ഭാഗം, സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള അമ്പ് സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് KNRCL. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലുള്ളത് ഇതുപോലുള്ള ഈ ഇതായത് കൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. ഇതുപോലുള്ള വലിയ അമ്പുകളാകുമ്പോൾ ചാടിത്തെറിച്ച് പുറത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവിടെ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളിൽ അമ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് കടന്നു വരുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക. അണ്ടർപാസ്, അങ്ങാടികൾ, ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെയാണ് ഇതുപോലുള്ള സ്കൂൾ അമ്പുകൾ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും ഈ സർവീസ് റോഡ് മെയിൻ റോഡിലേക്ക് കയറുന്നിടത്ത് അമ്പിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ ഇന്നത്തെ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത്. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എല്ലായിടത്തും KNRCL വർക്ക് ഇപ്പോൾ റോഡിൻ്റെ അവസാന ഘട്ടം പൂർത്തീകരിച്ച മെയിൻ റോഡിൻ്റെ 6 വരിപ്പാത ടാറിങ്ങും ഫൈനൽ ടാറിങ്ങും, അതുപോലെ ബാരിയറിൻ്റെ സെൻറ്റർ ഡിവൈഡർ, അതുപോലെ ക്യാമറ, സൈൻ ബോർഡ്, അങ്ങനെയുള്ള എല്ലാ പണികളും കഴിഞ്ഞ് സോളാറ്, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ, കൈവരികൾ, എല്ലാ പണികളും കഴിഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് സർവീസിൻ്റെ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞതോടെ ഇപ്പോൾ ഇതുപോലുള്ള അമ്പിട്ട് വരുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രം. എടുത്തേ ശ്രദ്ധിച്ചോളിട്ടാ. അപ്പോൾ ഇന്നലെയൊക്കെ രാത്രി നമ്മളെന്നെ ഇതുപോലെ ഈ അമ്പ് ചാടി വന്നപ്പോൾ ആ വീഡിയോ ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ സുഹൃത്ത് നമ്മൾ ദേശീയപാത ആളുകൾ ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ട ഇന്നോവ കാറ് ലോങ്ങിൽ നിന്ന് വരികയാണ്. അവർ ഒതുക്കങ്ങ് പോകുള്ളതാണ്. അപ്പോൾ കോട്ടക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം നമ്മളെ കക്കാട് എത്തി. 8 കിലോമീറ്ററോളം അങ്ങോട്ട് പോന്നു. അപ്പോൾ ആളുകൾ ഈ റോഡ് പരിചയപ്പെടുന്ന സ്ഥലം മനസ്സിലായില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ റൂട്ട് തിരിച്ച് നമ്മളെ കക്കാട് ഓവർപാസിൻ്റെ വഴി ആ റോഡിലൂടെ കടന്ന് ഞങ്ങൾ കോട്ടയ്ക്കുള്ള റൂട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പലരും റോഡുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ 8 കിലോമീറ്റർ ഇങ്ങോട്ട് പോന്നിട്ട് അവർക്ക് റോഡ് അന്വേഷിക്കണം കേട്ടോ. അപ്പോൾ അതാണ് സ്ഥിതി. ഏതായാലും 2 വീലർ മാർക്കറ്റിൻ്റെ അവസ്ഥയാണിത്. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ അമ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലൊക്കെ രാത്രി അറിയാതെ സ്ഥിരം വരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അമ്പ് കാണാതെ ഇതിന് തട്ടി തെറിക്കണത് അതുപോലെ ഇത് ചാടുന്നതൊക്കെ വീഡിയോ ഉണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനും ഓർമ്മിപ്പിക്കാനും വേണ്ടി നമ്മളെ സുഹൃത്തുക്കളൊന്ന് ഓർമ്മിപ്പിക്കാനും വേണ്ടി ചെയ്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ റോഡും മറ്റും കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.